കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. മിഥുന രാശിയുടെ പുതുവർഷ ഫലം 2025 പറയാൻ പോകുന്നത്. മിഥുന രാശിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അവസാനത്തെ 3-ാം പാദം, 4-ാം പാദം, പിന്നെ തിരുവാതിര, പുണർദം ആദ്യത്തെ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം. പൊതുവെ ഇപ്പോൾ മിശ്രഫലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2025 ഒരു മെയ് വരെ ഏകദേശം മിശ്രഫലമായി തന്നെ തുടരും. ഇപ്പോൾ ശനി നല്ല സ്ഥാനത്താണ്, പക്ഷേ വ്യാഴം 12-ലാണ്. അതുകൊണ്ട് ചെലവ് കൂടുതൽ വരുന്ന സമയമാണ്. എങ്കിലും ഒരുവിധം മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷെ അടുത്ത മെയ് ആവുമ്പോഴേക്കും ശനി മാർച്ചിലെ സ്ഥാനം മാറും, വ്യാഴം 1-ലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ശനി എന്ന് പറയുന്നത് പോകുന്നത് 10-ാം ഭാവത്തിലേക്കാണ്. അതായത് കണ്ടകശനി തുടങ്ങാൻ പോവുകയാണ് 2025 മാർച്ചിൽ. പിന്നെ വ്യാഴം മാറുന്നത് 1-ാം ഭാവം എന്ന് പറഞ്ഞാൽ ജന്മരാശിയാണ്. ജന്മവ്യാഴവും തുടങ്ങുകയായി. അപ്പോൾ കുറച്ച് ഒരു മോശം സമയമാണ്. എങ്കിലും ഈശ്വരനെ വിളിക്കുന്നത് തീർച്ചയായും ഗുണം ചെയ്യും. പ്രധാനമായും ശനി, വ്യാഴം എന്നിവയുടെ അവസ്ഥ കൊണ്ടാണ് ചാരവശാലുള്ള ഫലം പറയുന്നത്. എങ്കിൽ തന്നെയും ഒരു ജാതകത്തിൽ വളരെ നല്ല അനുകൂല ഫലങ്ങൾ, ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഇതൊന്നും ഏൽക്കാതെയും പോകും. അതായത് ജാതകത്തിൽ വളരെ സ്ട്രോങ് ആണെങ്കിൽ, ഗ്രഹങ്ങളുടെ പൊസിഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ശരിക്ക് ചാരവശാലുള്ള ഫലം അനുഭവിക്കുക തന്നെയില്ല. അതുകൊണ്ട് ചാരവശാലുള്ള ഫലം മാത്രം എടുക്കാതെ ജാതകം കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം ഫലം തീരുമാനിക്കാൻ. അപ്പോൾ ശനിയും വ്യാഴവും എന്തായാലും പ്രതികൂലത്തിലാവുകയാണെങ്കിൽ എന്തു ചെയ്യും? പ്രധാനമായും 2 പ്രധാന ഗ്രഹങ്ങളെ കൊണ്ടാണ് ചാരവശാലുള്ള ഫലങ്ങൾ പറയുക. ഈ ശനിയും വ്യാഴവും 2 പ്രധാന ഗ്രഹങ്ങളും കുറച്ച് മോശം അവസ്ഥയിൽ പോവുകയാണെങ്കിൽ, എൻ്റെ മറ്റു വീഡിയോയിൽ പറയാറുള്ളത് പോലെ ശനിക്ക് ചെയ്യാനുള്ള 3 വഴിപാടുകൾ, അതായത് ശാസ്താവിന് മാസം 2 പ്രാവശ്യം നീരാഞ്ജനം, ശിവന് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ നെയ്യ് സേവിക്കുക, പിന്നെ ശനിക്ക് ശനീശ്വര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ. ഇതൊക്കെ മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി. നീരാഞ്ജനം ഒരു 2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. അതും ശനിയാഴ്ച ദിവസം ചെയ്യാൻ ശ്രദ്ധിക്കുക. നീരാഞ്ജനം ചെയ്യുമ്പോൾ ശനിയാഴ്ച ദിവസം ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഹനുമാനെ ഉപാസിക്കുക. അതായത് ഹനുമൽ ഭക്തരെ ശനിപ്പിഴ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഹനുമാനെ ഉപാസിക്കുക. പിന്നെ സർവോപരിയായ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഗുരുവായൂരപ്പനെ ഉപാസിക്കുക. ഗുരുവായൂരപ്പൻ്റെ കരുണ ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ്റെ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രഹപ്പിഴയും നമ്മളെ ഏൽക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തായാൽ പോലും ഭഗവാനെ വിളിച്ച് പോവുകയാണെങ്കിൽ ഒരു ദോഷവും ഏൽക്കാൻ പോകുന്നില്ല. പിന്നെ പലരും കമൻ്റ് ഇട്ട് കണ്ടു, ഞാൻ ഈ നാളാണ്, അത് ആ നാൾ ഒരു കാലത്തും അങ്ങനെ ദോഷമാണ്, എല്ലാ കാലത്തും അങ്ങനെയൊന്നുമില്ല. എല്ലാ നാളുകളും നല്ലതാണ്. എല്ലാ നാളിൻ്റെ ഫലം എല്ലാ കാലത്തും, ചാരവശാലുള്ള ഫലം എല്ലാവർക്കും മാറി മറിഞ്ഞ് വരും. ചില സമയത്ത് നല്ലതാവും, ചില സമയത്ത് മോശം സമയമാവും. പക്ഷേ ജാതകം എങ്ങനെ, നമ്മൾ ജനിക്കുന്ന സമയം ജാതകം അതുപ്രകാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനിക്കുന്ന സമയം, ആ സമയത്ത് ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു, ഇപ്പോഴെന്താണ് ജന്മസമയപ്രകാരമുള്ള ദശ നടക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ വിധി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന കാര്യങ്ങളൊക്കെ അതനുസരിച്ചാണ് ഇരിക്കുക. അപ്പോൾ ചാരവശാലുള്ള ഫലം ചെറുതായി നമ്മൾ അനുഭവിക്കാനും യോഗമുണ്ട്. ചിലപ്പോൾ കഷ്ടകാലമാണെങ്കിൽ, ചാരവശാൽ മോശമാണെങ്കിൽ
കുറച്ചും കൂടി കഷ്ടകാലമായി തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ ഒരു നാളും മോശം നാളില്ല, എല്ലാ നാളും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാറിയും വരും. അതുകൊണ്ട് ഗ്രഹങ്ങൾ ഈ ചാരവശാലുള്ള ഫലങ്ങളെന്ന് പറയുന്നത് മാറി മറിഞ്ഞ് വരുന്ന കാരണം എല്ലാവരും ജീവിതത്തിൽ കടന്നു പോകേണ്ടതാണ്. അത് വിചാരിച്ച് ഞാൻ എൻ്റെ നാൾ മോശമാണെന്ന് ഒരിക്കലും കരുതരുത്. ജാതകം കൂടി പരിശോധിക്കണം. ഒരു നാൾ മോശമില്ല. ജാതകപ്രകാരം മോശമാണെങ്കിൽ മാത്രമേ നമുക്ക് മോശ സമയമെന്ന് പറയുള്ളൂ. എന്നാലും പേടിക്കേണ്ട, ഈശ്വര ഭജനം എല്ലാറ്റിനും പരിഹാരമാണ്. ഭഗവാനെ വിളിക്കുന്നത്, സർവോപരി ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് എല്ലാറ്റിനുമുള്ള ഒരു പരിഹാരമാണ്. ഏതു കാലഘട്ടത്തിൽ കൂടെയും കടന്നു പോകാൻ, ശക്തമായി കടന്നു പോകാൻ ഭഗവാനെ വിളിക്കുന്നത് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.